ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോവാന്ന് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ തലേദിവസം പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല. പക്ഷെ ഇന്ന് എന്തോ അങ്ങനെ നടന്നു. ഇന്ന് ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 5-5:30 ആയിട്ടുണ്ട്. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ജസ്റ്റ് ഒരു അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ ഒന്ന് റെഡി ആയതിനു ശേഷം എതുമേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എതുമ വരെ ഭയങ്കര ചട്ടമ്പിയായിട്ട് വരികയാണ്. ഞാൻ പറയുന്ന ആക്ഷൻസും കാര്യങ്ങളും എല്ലാം അവൻ എൻ്റെ അടുത്ത് തിരിച്ച് അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയം നമുക്ക് ദേഷ്യം വരും, പക്ഷെ അതൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കടിച്ചമർത്തിയേ നിവർത്തിയുള്ളൂ. അങ്ങനെ അവന് മുടിവെട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ ഒരാഴ്ചയേ ഉള്ളൂ. അപ്പം എതുമയുടെ മുടി വെട്ടേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എതുമയ്ക്ക് മുടി വെട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിങ്ങനെ മുടി വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് വീണ്ടും ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല. എനിക്ക് ഈ നനഞ്ഞ മുടി കെട്ടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സിന്ദൂർ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എതുമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഏട്ടൻ നൈസായിട്ട് ഒറ്റയ്ക്ക് അപ്പുറത്തിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് റെഡിയായതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഓട്ടോയിലാണ് പോയത്. എതുമ്മയുടെ ഈ ഡ്രസ്സ് അവന് 2 വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചതാണ്. എൻ്റെ കൊച്ചിന് ഇപ്പോഴും അത് കറക്റ്റാണ്. അവന് പഴയ ഡ്രസ്സൊക്കെ ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് ആകുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഞാനും എതുമയും കയറി വരികയാണ്. പിന്നെ പാലും മാവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചായ ഇടാൻ പോവുകയാണ്. ഏട്ടന് പോകണം. ഏട്ടന് ഇന്ന് നൈറ്റാണ് കേട്ടോ, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഏട്ടന് പോകണം. അങ്ങനെ ആ ചേട്ടന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരു റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് ഏട്ടൻ വീട്ടിലോട്ട് വരുന്നത്. അതിന് ഞാൻ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഏട്ടന് പോവേണ്ട സമയം ഏകദേശമൊക്കെ ആവും. അപ്പം പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിക്കാനോ ഒന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെ നാളെ ഞങ്ങൾ 2 പേരും ഓഫാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. എതുമ്മയ്ക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിക്ക് ചോക്കോസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടയ്ക്ക് കഴിക്കത്തുള്ളൂ. ഒരുമിച്ച് ഒരു പാക്കറ്റ് കംപ്ലീറ്റ് വാങ്ങിച്ച് വെച്ചാൽ അവൻ വെറുതെ വേസ്റ്റാക്കി കളയും. അപ്പോഴൊന്നും അവന് കഴിക്കാൻ ഇഷ്ടം കാണത്തില്ല കേട്ടോ. അത് ചീത്തയായി എടുത്ത് കളയുമ്പോഴത്തേക്കും അവന് വീണ്ടും ഇങ്ങനെ ആഗ്രഹം തോന്നി പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ലൂസ് പാക്കറ്റ് മാത്രമേ ചോക്കോസൊക്കെ വാങ്ങിച്ച് വെക്കാറുള്ളൂ. അങ്ങനെ ഏട്ടന് പോകേണ്ട സമയം ആയപ്പോഴത്തേക്കും ഏട്ടൻ്റെ ബാഗും ഹെൽമെറ്റൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് എതുമ വന്നില്ല കേട്ടോ. എതുമ ഇങ്ങനെ ചോക്കൂസ് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളിന് ശേഷമാണ് അവ ഇപ്പോൾ ചോക്കൂസ് കഴിക്കുന്നത്. എന്തോ ഇന്ന് അവൻ അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹം തോന്നി ഫുഡ് ഐറ്റംസ് ഒന്നും പറയാറില്ല. അവൻ മെയിനായിട്ട് ടോയ്സ് മാത്രമേ അവന് ഇഷ്ടപ്പെട്ട് പറയാറുള്ളൂ.